എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കിഡ്ഡി കോർണർ. കുട്ടികൾക്ക് മുട്ട എത്രത്തോളം നല്ലതാണെന്ന് നോക്കാം. മുട്ട എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാം? ഡെയിലി കൊടുക്കുന്നത് നല്ലതാണോ? എങ്ങനെയൊക്കെ കൊടുക്കാം? എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകും. മുട്ടയെ റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറയാറുണ്ട്. പ്രോട്ടീൻ ഒരുപാട് അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ കുറേ ടൈപ്പ് അമിനോ ആസിഡുകൾ പുറത്തു നിന്ന് കഴിക്കേണ്ടതുണ്ട്. അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മുട്ട. മുട്ട കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷനും അതുപോലെ എനർജിയും ലഭിക്കുന്നു. 8 മാസം മുതലാണ് കുട്ടികൾക്ക് മുട്ട കൊടുക്കാറുള്ളത്. മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം കൊടുത്തു തുടങ്ങുക. മഞ്ഞ ഫുള്ളായിട്ട് കൊടുക്കാതെ ചെറിയ പീസ് മാത്രമായിട്ട് കൊടുക്കുക. കുട്ടിക്ക് ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് പതിയെ മുട്ടയുടെ വെള്ള കുട്ടികൾക്ക് കൊടുക്കാം. വെള്ളയിലാണ് കൂടുതൽ പ്രോട്ടീൻ. ഡെയിലി മുട്ട കൊടുക്കുന്നത് നല്ലതാണ്. മുട്ട പുഴുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എളുപ്പത്തിലും വേഗത്തിലും പാകം ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. ഹാഫ് ബോയിൽഡ് വല്ലപ്പോഴും കൊടുക്കാം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് ബയോട്ടിൻ. മുട്ടയിൽ തന്നെയുള്ള അവിരിൽ ബയോട്ടിൻ്റെ ഉൽപ്പാദനത്തെ തടയും. ഡെയിലി ഹാഫ് ബോയിൽഡ് മുട്ട കൊടുക്കുന്നത് വഴി ഈ വൈറ്റമിൻ കുഞ്ഞുങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഹാഫ് ബോയിൽഡ് എഗ് റെഗുലറായിട്ട് കൊടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരാം.